അതെ, ഇപ്പൊ മൊത്തം കാനഡയില് ഹെൽത്ത് കെയർ സിസ്റ്റം കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ നാട്ടിലും ഇവിടെ ഉള്ളവരൊക്കെ ഭയങ്കര പറച്ചിലാണല്ലോ. ഈ ലൈഫൊക്കെ റിസ്ക് ചെയ്ത് എന്തിനാ നമ്മളോട് നിക്കണം? നമുക്ക് നാട്ടിൽ പോയിക്കൂടെ? നീ എപ്പോഴും എന്തിനാ ഇവിടേക്ക് കാനഡയ്ക്ക് വന്നേ? കാനഡയ്ക്ക് വന്ന് പൈസ ഉണ്ടാക്കാൻ. നമ്മളെ പോലെ തന്നെ ഇവിടെ കാനഡയിൽ വന്ന ആൾക്കാർ എല്ലാവരും എന്റെ ഒരു കാഴ്ചപ്പാടില് ഒരു 99% പേര് നാട്ടിൽ ഒരുപാട് പൈസ ഉണ്ടായിട്ട് അന്നൊന്നും കാനഡ വന്ന് ആസ്വദിക്കാന്ന് ഉദ്ദേശിച്ചു വന്നവരല്ല. അവരെല്ലാവരും എന്തെങ്കിലും രീതിക്കകത്ത് ഒന്നല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടം സേഫ് ആക്കാൻ വേണ്ടിയൊക്കെയാണ് ഈ കാനഡ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് ഇമിഗ്രേറ്റ് ചെയ്ത് വന്നേക്കണേ. നമ്മ പറയണ പോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഹെൽത്ത് കെയർ അടിപൊളിയാണ്. നാട്ടില് നമ്മൾ പറയണ പോലെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ ഒറ്റ ഒരു കാര്യം, നമുക്ക് കയ്യിൽ കാശ് വേണം. നമ്മുടെ കയ്യിൽ നല്ല കാശില്ലാത്തവന് ഒരു ട്രീറ്റ്മെന്റും ഇല്ല, ഒരു കുന്തവും ഇല്ല. എന്നാ ഈ രാജ്യങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിനക്ക് കയ്യിൽ കാശുണ്ടോ കാശില്ലേ, നീ ബ്രൗൺ സ്കിൻ ആണോ വൈറ്റ് സ്കിൻ ആണോ, നീ ഏത് രാജ്യക്കാരനാണോ, വയ്യാണ്ട് ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ നിനക്കാണോ നിന്റെ അടുത്തിരിക്കുന്ന ആർക്കാണോ അസുഖവും അതിന്റെ സിവിയറിറ്റി അതിന്റെ ബുദ്ധിമുട്ട് കൂടുതലും എന്ന് നോക്കിയിട്ട് ആ ബുദ്ധിമുട്ടി കൂടിയ ആൾക്ക് ആദ്യം ട്രീറ്റ്മെന്റ് കൊടുക്കും, ബുദ്ധിമുട്ടി കുറഞ്ഞ ആൾക്ക് പതുക്കെ ട്രീറ്റ്മെന്റ് കൊടുക്കും. ഈ ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിലുണ്ടോ? നമ്മുടെ നാട്ടില് പൈസ ഉള്ളവനും സ്ഥാനമാനങ്ങളുള്ളവനും മാത്രം പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുള്ളൂ. വളരെ കറക്റ്റാ. ഇനി ഗവൺമെന്റ് സെക്ടറിലും ഈ പറഞ്ഞ പോലെ ഫ്രീ ആയിട്ട് നമുക്ക് നാട്ടിൽ ട്രീറ്റ്മെന്റ് കിട്ടും കേട്ടോ. പക്ഷെ അവിടെയും ഒരു പ്രത്യേകത ഉണ്ട്. ഒരു സാധാരണക്കാരൻ ചെന്ന് കഴിഞ്ഞാൽ അവിടെയും മാറ്റപ്പെട്ട് നിൽക്കും. അവൻ ഒരു പഞ്ചായത്ത് മെമ്പറെങ്കിലും അവിടെ വന്നു കഴിഞ്ഞാൽ അവന് കാര്യങ്ങൾ ടകേന്ന് കാര്യങ്ങൾ നടക്കും. സാധാരണക്കാരൻ വന്നും പോയിക്കൊണ്ടും ഇരിക്കും. പക്ഷെ അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് ഇവിടെ ഉണ്ടായിരുന്നൊന്നുമില്ല. നിന്റെ അടുത്തിരിക്കുന്നവൻ എത്ര വലിയ ആളാണെങ്കിലും, നിന്റെ ഗവൺമെന്റ് ജോലിക്കാരനോ ഈവൻ ഡോക്ടർ ആയിക്കോട്ടെ, അസുഖമായിട്ട് ആശുപത്രി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ട് കൂടുതലാണെങ്കിൽ ആ ഡോക്ടറോ അല്ലെങ്കിൽ ആ വലിയ സ്ഥാനത്തിരിക്കുന്ന ആള് വെയിറ്റ് ചെയ്യേണ്ടി വരും, അല്ലെ? പിന്നെ എല്ലാ രാജ്യത്തിനും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളെ പോലെ ഈ ഒരു വിവേചനം കാസ്റ്റ് അനുസരിച്ചും സാമ്പത്തിക സ്ഥിതി അനുസരിച്ചും ഉള്ള ഒരു വിവേചനം എനിക്ക് ഈ ഹെൽത്ത് ആരോഗ്യം കൊടുക്കുന്ന കാര്യത്തില് ഈ രാജ്യത്ത് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ പറഞ്ഞു നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ശരിയാണോന്ന്. ശരിയാണെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത് പറയാം.